ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. നമ്മളിന്ന് എടുക്കുന്നത് മൊഡ്യൂൾ 6 രണ്ടാമത്തെ ക്ലാസ്സാണ്. നമ്മൾ ഇന്നലെയാണ് മൊഡ്യൂൾ 6 സ്റ്റാർട്ട് ചെയ്തത്. നമ്മൾ ഇന്നലെ എന്താണ് റിയൽ ടൈം ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പഠിച്ചു. റിയൽ ടൈം ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ ഡെഫിനേഷൻസ് പഠിച്ചു. റിയൽ ടൈം ഓപ്പറേറ്റിംഗ് സിസ്റ്റം ജനറൽ ഓപ്പറേറ്റിംഗ് തമ്മിലുള്ള ഡിഫറൻസുകൾ പഠിച്ചു. അതുപോലെ വാട്ട് ആർ ദി ഗോൾസ് ഓഫ് റിയൽ ടൈം ഓപ്പറേറ്റിംഗ് സിസ്റ്റം, ഇത്രയും കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. നമുക്കിന്ന് പറയാനുള്ളത് റിയൽ ടൈം ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലെ രണ്ട് മോഡ്സിനെ കുറിച്ചാണ്. സോ നിങ്ങൾ നോക്കുക, രണ്ട് മോഡ്സാണ് റിയൽ ടൈം ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ യൂസ് ചെയ്യുന്നത്. ഒന്നാണ് യൂസർ മോഡ്, ഒന്നാണ് സൂപ്പർവൈസറി മോഡ്. അപ്പോൾ വേർഡ് തന്നെ ക്ലിയർ ആണ്. യൂസർ മോഡും സൂപ്പർവൈസറി മോഡും ഡിഫറെൻ്റ് ആണ്. യൂസർ മോഡ് എന്ന് പറഞ്ഞാൽ ദ യൂസർ പ്രോസസ് ഈസ് പെർമിറ്റഡ് ടു റൺ ആൻഡ് യൂസ് ഓൺലി എ സബ്സെറ്റ് ഓഫ് ഫങ്ഷൻ ആൻഡ് ഇൻസ്ട്രക്ഷൻസ് ഇൻ ദി ഒ എസ്. സോ ഒ എസിൻ്റെ നിർദ്ദേശപ്രകാരമുള്ള ഫങ്ഷൻസ് മാത്രമാണ് നമുക്ക് എന്തിൽ പെർഫോം ചെയ്യാൻ പറ്റുക, യൂസർ മോഡിൽ പെർഫോം ചെയ്യാൻ പറ്റുക. സോ യൂസർ മോഡിലുള്ള ഏറ്റവും ബേസിക് മോഡാണ്. ഒ എസിൻ്റെ ഫങ്ഷൻസ് മാത്രമാണ് നമുക്ക് എന്തിൽ പെർഫോം ചെയ്യാൻ പറ്റുക, യൂസർ മോഡിൽ. അപ്പോൾ അല്ലെങ്കിൽ ഫങ്ഷൻസ് എല്ലാം ലിമിറ്റഡ് ആണെങ്കിൽ നമ്മളിതിനെ ജനറലി പറയുന്നതാണ് യൂസർ മോഡ്. സോ രണ്ടാമത്തെ മോഡാണ് സൂപ്പർവൈസറി മോഡ്. ദി ഒ എസ് റൺ ദി പ്രിവിലേജ്ഡ് ഫങ്ഷൻസ് ആൻഡ് ഇൻസ്ട്രക്ഷൻ ഇൻ എ പ്രൊട്ടക്റ്റഡ് മോഡ് ആൻഡ് ഒ എസ് ഓൺലി ആക്സസ് എ ഹാർഡ്വെയർ റിസോഴ്സ്. സോ ഒരു പ്രിവിലേജ്ഡ് മോഡിനെയാണ് നമ്മൾ സൂപ്പർവൈസറി മോഡ് എന്ന് പറയുന്നത്. സൂപ്പർവൈസറി മോഡിൽ നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഒ എസിന് എന്ത് ചെയ്യാം, മോഡിഫൈ ചെയ്യാം. ഒ എസിൻ്റെ സിസ്റ്റം ഫങ്ഷൻസ് വരെ എനിക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, സൂപ്പർവൈസറി മോഡ് വെച്ചിട്ട് മോഡിഫൈ ചെയ്യാം. സോ ഇതാണ് രണ്ട് തമ്മിലുള്ള ഡിഫറൻസ്. യൂസർ മോഡ് എന്ന് പറഞ്ഞാൽ ബേസിക് മോഡ്. സോ അതിൽ ഇൻസ്ട്രക്ഷൻസ് ലിമിറ്റഡ് ആയിരിക്കും. സൂപ്പർവൈസറി മോഡ് എന്ന് പറയുന്നത് പ്രിവിലേജ്ഡ് മോഡ്. അതിൽ ഫങ്ഷൻസ് നമുക്ക് എന്ത് ചെയ്യാം, എങ്ങനെ വേണമെങ്കിലും ഒ എസിൻ്റെ ഫങ്ഷൻസ് പെർഫോം ചെയ്യാം സൂപ്പർവൈസറി മോഡിൽ. അപ്പോൾ ഓർത്ത് വയ്ക്കുക, രണ്ട് മോഡ്സ് ചോദിക്കാം. വാട്ട് ആർ ദി ടു മോഡ്സ് ഇൻ ആർട്ടോസ്? ദർ ആർ ടു മോഡ്സ്, യൂസർ മോഡ് ആൻഡ് സൂപ്പർവൈസറി മോഡ്. സോ ഇത് വെച്ചിട്ട് നമുക്ക് ആർട്ടോസ് കെർണൽ എന്നുള്ള ടോപ്പിക്കാണ് പഠിക്കാനുള്ളത്. ആർട്ടോസ് കെർണൽ എന്ന് പറയുന്നത് റിയൽ ടൈം ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ ഒരു മേജർ പാർട്ടാണ് കെർണൽ എന്ന് പറയുന്നത്. സോ നിങ്ങൾ ഓർത്ത് വയ്ക്കുക, ദ ഒ എസ് ഈസ് ദി മിഡിൽ ലെയർ ബിറ്റ്വീൻ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ആൻഡ് സിസ്റ്റം സോഫ്റ്റ്വെയർ. The kernel is the basic structural unit of OS. Kernel is the basic structural unit of OS. It can be defined as the secured unit of OS that operates in the supervisory mode while the remaining part of the application software operate in the user mode. ശരിക്കും ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറിൻ്റെയും സിസ്റ്റം ഹാർഡ്വെയറിൻ്റെയും മിഡിൽ ലെയർ ആണ്. ശരിക്കും നമുക്ക് ആർട്ടോസിൻ്റെ സ്ട്രക്ചർ നോക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ എംബഡഡ് സിസ്റ്റത്തിൻ്റെ സ്ട്രക്ചർ നോക്കുകയാണെങ്കിൽ അതിൽ വരുന്ന പാർട്ട് എന്താണ്, ഒരു ഹാർഡ്വെയർ വരും, പിന്നെ ഒരു ഒ എസ് വരും, ഒരു ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ വരും. മൂന്ന് പാർട്ടുള്ളത്, ഹാർഡ്വെയറും ഓപ്പറേറ്റിംഗ് സിസ്റ്റവും ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറും. സോ ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത് ഹാർഡ്വെയറിൻ്റെയും അതുപോലെ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറിൻ്റെയും മിഡിൽ ലെയർ ആണ്. സോ ഈ ഒ എസിൻ്റെ ബേസിക് സ്ട്രക്ചറൽ യൂണിറ്റിനെയാണ് നമ്മൾ കെർണൽ എന്ന് പറയുന്നത്. സോ it can be defined as the secured unit of OS that operate in the supervisory mode while the remaining part of the application software operate in the user mode. നമ്മൾ രണ്ട് മോഡ് പറഞ്ഞിരുന്നു, സൂപ്പർവൈസറി മോഡും യൂസർ മോഡും. കെർണൽ വർക്ക് ചെയ്യുന്നത് സൂപ്പർവൈസറി മോഡലും ബാക്കിയുള്ള ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർസ് വർക്ക് ചെയ്യുന്ന എന്ത് മോഡലുമാണ്, യൂസർ മോഡലും ആയിരിക്കും. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻ്റാണ്. ഇതാണ് ആർട്ടോസ് കെർണൽ എന്ന് പറയുന്നത്. സോ അതിൻ്റെ ബേസിക് ഫങ്ഷൻസ് നമുക്ക് നോക്കാനുണ്ട്. എന്തൊക്കെ ഫങ്ഷൻസ് ആണ് കെർണൽ പെർഫോം ചെയ്യുന്നത്? സോ ദ ഫസ്റ്റ് ഫങ്ഷൻ ഈസ് കോൾഡ് പ്രോസസ് മാനേജ്മെൻറ്റ്. ഇത് എല്ലാം നിങ്ങൾ നോക്കി, ഈ 5 ഫങ്ഷൻസും 10 മാർക്കിന് യൂണിവേഴ്സിറ്റിക്ക് ചോദിക്കുന്ന പാർട്ടാണ്. അപ്പോൾ ഫസ്റ്റ് ഫങ്ഷനാണ് പ്രോസസ് മാനേജ്മെൻറ്റ്. എന്താണ് പ്രോസസ് മാനേജ്മെൻറ്റ് നമുക്ക് പറയാം. സെക്കൻഡാണ് മെമ്മറി മാനേജ്മെൻറ്റ്. തേർഡാണ് ഫയൽ മാനേജ്മെൻറ്റ്. ഫോർത്താണ് ഡിവൈസ് മാനേജ്മെൻറ്റ് ആൻഡ് ഡിവൈസ് ഡ്രൈവേഴ്സ്. ഫിഫ്ത്ത് ഫങ്ഷനാണ് ഇൻപുട്ട് ഔട്ട്പുട്ട് സബ്സിസ്റ്റം മാനേജ്മെൻറ്റ്. നമുക്ക് നോക്കാം, ഓരോന്നായിട്ട് നോക്കാം. 5 ഫങ്ഷൻസ് ചോദിക്കാം. അതിൽ ഓരോ ഫങ്ഷൻസും 10 മാർക്കിന് യൂണിവേഴ്സിറ്റിക്ക് ചോദിക്കാറുണ്ട്. സോ നിങ്ങൾ നോക്ക്, ഫസ്റ്റ് ഫങ്ഷൻ മെമ്മറി മാനേജ്മെൻ്റ് ആണ്. സോ എന്താണ് മെമ്മറി മാനേജ്മെൻറ്റ് നോക്കുകയാണെങ്കിൽ, നമ്മൾ ഏതൊക്കെ മെത്തേഡിലൂടെ മെമ്മറിയെ മാനേജ് ചെയ്യാം, ഇതാണ് എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, മെമ്മറി മാനേജ്മെൻറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ നിങ്ങൾ നോക്കുക, the following are the memory management function in an OS kernel. First ആണ് മെമ്മറി അലൊക്കേഷൻ ആൻഡ് ഡി അലൊക്കേഷൻ. അപ്പോൾ മെമ്മറി മാനേജ്മെൻറ്റിൽ ഫസ്റ്റ് ഫങ്ഷൻ വരുന്നത്
മെമ്മറി അലോക്കേഷൻ ആൻഡ് ഡി അലോക്കേഷൻ. അതിൽ രണ്ട് ടൈപ്പ്, ഫിക്സ്ഡ് ബ്ലോക്ക് അലോക്കേഷനും ഡൈനാമിക് ബ്ലോക്ക് അലോക്കേഷനും. സെക്കൻഡ്, മെമ്മറി പ്രൊട്ടക്ഷൻ ടു ദി ഒ എസ് ഫംഗ്ഷൻ, മെമ്മറി പ്രൊട്ടക്ഷൻ എമംഗ് ദി ടാസ്ക് ആൻഡ് മൾട്ടി പ്രോസസർ മെമ്മറി അലോക്കേഷൻ. അങ്ങനെ 4 ഫംഗ്ഷനാണ് മെമ്മറി മാനേജ്മെൻറ്റ് ഉള്ളത്. നാലും ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ ചോദിക്കാം. സോ നമുക്ക് നോക്കാം. സോ വാട്ട് ഈസ് മെമ്മറി അലോക്കേഷൻ ആൻഡ് ഡി അലോക്കേഷൻ? സോ നമുക്ക് മെമ്മറി എന്ത് ചെയ്യാം, ഇപ്പം നമുക്ക് മൊത്തം അലോട്ട് ചെയ്തിരിക്കുന്ന മെമ്മറി സ്ലോട്ടുകളെ ഏത് രീതിയിലും അലോക്കേറ്റ് ചെയ്യാം. നമ്മൾ അലോക്കേറ്റ് ചെയ്ത മെമ്മറിയെ പഴയ പോലെ ഡി അലോക്കേറ്റ് ചെയ്യാം. സോ ഇതാണ് മെമ്മറി അലോക്കേഷൻ ആൻഡ് ഡി അലോക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ രണ്ട് രീതിയിലുള്ള മെമ്മറി അലോക്കേഷൻസ് ആണ്. ഒന്നാണ് ഫിക്സ്ഡ് ബ്ലോക്ക് അലോക്കേഷൻ, ഒന്നാണ് ഡൈനാമിക് ബ്ലോക്ക് അലോക്കേഷൻ. സോ എന്തായിരിക്കും ഫിക്സ്ഡ് ബ്ലോക്ക് അലോക്കേഷൻ? നിങ്ങൾ നോക്കുക. ദ മെമ്മറി അഡ്രസ് സ്പേസ് ഈസ് ഡിവൈഡഡ് ഇൻ ടു ബ്ലോക്സ്. The process having small address space get lesser number of blocks, and process having big address spaces getting larger number of blocks. അപ്പോൾ വളരെ ക്ലിയർ ആണ്. ഫിക്സ്ഡ് ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് മൊത്തം അലോട്ട് ചെയ്തിരിക്കുന്ന മെമ്മറി, സപ്പോസ് നമുക്ക് മൊത്തം അലോട്ട് ചെയ്തിരിക്കുന്ന മെമ്മറി 1 GB ആണെങ്കിൽ നമ്മൾ ഫിക്സ്ഡ് ബ്ലോക്ക് അലോക്കേഷനിൽ ടോട്ടൽ അലോട്ട് ചെയ്ത മെമ്മറിയെ 10 സബ് പാർട്ടായിട്ട് ക്ലാസിഫൈ ചെയ്യുകയാണെങ്കിൽ ഓരോ ബ്ലോക്കിനും എത്രയായിരിക്കും അതിൻ്റെ കപ്പാസിറ്റി? 100 MB. സോ 100 MBയുടെ 10 ബ്ലോക്കുകളായിട്ട് നമ്മൾ മെമ്മറിയെ എന്താണ് സ്പ്ലിറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്കിതിന് എന്ത് പറയാം? ഫിക്സ്ഡ് ബ്ലോക്ക് അലോക്കേഷൻ. സോ ഇതിൽ എല്ലാ മെമ്മറി സ്പേസും എന്തായിരിക്കും? ഫിക്സ്ഡ് ആയിരിക്കും, റൈറ്റ്? സോ സെക്കൻഡ് വൺ ആണ് ഡൈനാമിക് ബ്ലോക്ക് അലോക്കേഷൻ. സോ വാട്ട് ഈസ് മീൻ ബൈ ഡൈനാമിക് ബ്ലോക്ക് അലോക്കേഷൻ? As mentioned above, the memory address space is divided into fixed block as above. Then later, the memory management allocates variable size blocks. Dynamic allocation is from a free list of memory blocks. A description table maintains free block info. വളരെ ക്ലിയർ ആണ്. നമ്മൾ ഫിക്സ്ഡ് ബ്ലോക്കുകളായിട്ടാണ് അല്ലെങ്കിൽ ഈക്വൽ ആയിട്ടുള്ള മെമ്മറി ബ്ലോക്കുകളായിട്ടാണ് മെമ്മറിയെ ഡിവൈഡ് ചെയ്യുന്നതെങ്കിൽ അത് ഫിക്സ്ഡ് ബ്ലോക്ക് അലോക്കേഷൻ. ഡൈനാമിക് ബ്ലോക്ക് അലോക്കേഷനിൽ അങ്ങനെയൊന്നുമില്ല. നമുക്ക് മൊത്തം ഇത് മെമ്മറിയെ എങ്ങനത്തെ ഏത് ടൈപ്പ് ഡിവിഷൻസും എന്ത് ചെയ്യാം ആക്കാം. ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ തന്നെ ഒന്നും കൂടി പറയാണ്. സോ 10 GB ആണ് മെമ്മറി എങ്കിൽ ഞാനിപ്പോൾ മേ ബി ഇതിനെ 4ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുകയാണെങ്കിൽ ഫസ്റ്റ് പാർട്ട് 5 GB, സെക്കൻഡ് പാർട്ട് 2 GB, തേർഡ് പാർട്ട് 2 GB, ഫോർത്ത് പാർട്ട് 1 GB. ഈ രീതിയിൽ ഞാൻ എൻ്റെ മെമ്മറിയെ സ്പ്ലിറ്റ് ചെയ്യുകയാണെങ്കിൽ ഇതെന്തായിരിക്കാം? ഡൈനാമിക് ബ്ലോക്ക് അലോക്കേഷൻ. സോ ഇൻ ഡൈനാമിക് ബ്ലോക്ക് അലോക്കേഷൻ ഈച്ച് മെമ്മറി സ്പേസ് മേ ഹാവ് വേരിയബിൾ സൈസ് ബ്ലോക്സ്, റൈറ്റ്? അപ്പോൾ ഓർത്ത് വയ്ക്കാം, ഇതാണ് ഫസ്റ്റ് ഫംഗ്ഷൻ മെമ്മറി മാനേജ്മെൻറ്റിൻ്റെ, മെമ്മറി അലോക്കേഷൻ ആൻഡ് ഡി അലോക്കേഷൻ. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ആണ് രണ്ടാമത്തെ ഫംഗ്ഷനാണ് മെമ്മറി പ്രൊട്ടക്ഷൻ ടു ദി ഒ എസ് ഫംഗ്ഷൻ. സോ വാട്ട് ഈസ് മീൻ ബൈ മെമ്മറി പ്രൊട്ടക്ഷൻ? ഒ എസ് ഫംഗ്ഷനിൽ നിന്ന് മെമ്മറി പ്രൊട്ടക്ഷൻ ചെയ്യണം. അതായത് വളരെ ക്ലിയർ ആണ്. ദ വേരിയസ് ഒ എസ് ഫംഗ്ഷൻസ് ആർ പ്രോഗ്രാം, ഡാറ്റ ആൻഡ് സ്റ്റാക്ക് ആർ ഇൻ ദി പ്രൊട്ടക്റ്റഡ് മെമ്മറി ഏരിയ. ഇറ്റ് മീൻസ് ദാറ്റ് വെൻ എ യൂസർ ഫംഗ്ഷൻ call attempt to write or read the protected memory space allocated in the OS function, it is blocked and the system generate an error. സോ വളരെ ക്ലിയർ ആണ്. മെമ്മറി പ്രൊട്ടക്റ്റഡ് ഏരിയ, അതായത് കുറേ OS ഫംഗ്ഷൻ, നമ്മൾ മൊത്തം മെമ്മറി സ്പേസിൽ ഒരു സ്പെസിഫിക് ഏരിയ എന്ന് പറയുന്നത് പ്രൊട്ടക്റ്റഡ് മെമ്മറി എന്ന് പറയും. അതായത് OS ഫങ്ഷൻസ് സ്റ്റോർ ചെയ്തിരിക്കുന്ന മെമ്മറി അലോക്കേഷനെയാണ് നമ്മൾ പ്രൊട്ടക്റ്റഡ് മെമ്മറി ഏരിയ എന്ന് പറയുന്നത്. സോ ഈ പ്രൊട്ടക്റ്റഡ് മെമ്മറി ഏരിയയിലെ ഇൻഫർമേഷനെ നമ്മൾ എഡിറ്റ് ചെയ്യാനോ റീഡ് ചെയ്യാനോ റൈറ്റ് ചെയ്യാനോ ശ്രമിച്ചു കഴിഞ്ഞാൽ അത് ബ്ലോക്ക് ആവുമെന്നാണ് പറയുന്നത്. സോ ഇതാണ് മെമ്മറി പ്രൊട്ടക്ഷൻ ടു ദി OS ഫംഗ്ഷൻ. അതായത് നമ്മുടെ OS ഫങ്ഷൻസ്, OS സിസ്റ്റം ഫങ്ഷൻസ് സ്റ്റോർ ചെയ്തിരിക്കുന്ന മെമ്മറി പാർട്ടുകളെ പ്രൊട്ടക്റ്റഡ് മെമ്മറി ഏരിയ എന്ന് പറയുന്നു. ഇതിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന സ്കീമിനെയാണ് നമ്മൾ മെമ്മറി പ്രൊട്ടക്ഷൻ ടു ദി OS ഫംഗ്ഷൻ എന്ന് പറയുന്നത്. സോ ഇതാണ് സെക്കൻഡ് ഫംഗ്ഷൻ. തേർഡ് ഫംഗ്ഷൻ നിങ്ങൾ നോക്കാം, മെമ്മറി പ്രൊട്ടക്ഷൻ എമംഗ് ദി ടാസ്ക്. സോ മെമ്മറി പ്രൊട്ടക്ഷൻ എമംഗ് ദി ടാസ്ക് എന്ന് പറയുകയാണെങ്കിൽ ദ മെമ്മറി പ്രൊട്ടക്ഷൻ ടു ദി ടാസ്ക് മീൻസ് the task function called cannot attempt to write or read the exclusive area of memory space allocated to another task. നമ്മൾ ഈ സിസ്റ്റം ഫങ്ഷൻസ് പറഞ്ഞ പോലെ വേറെ എന്തെങ്കിലും ഒരു സ്പെസിഫിക് ടാസ്കിന് വേണ്ടി നമ്മൾ മെമ്മറിയെ റിസർവ് ചെയ്തിട്ടുണ്ടെങ്കിൽ
ആ റിസർവ് ചെയ്ത മെമ്മറിയെ നമ്മൾ ആക്സസ് ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ ഇതും പ്രൊട്ടക്റ്റഡ് എന്നുള്ളൊരു ഇൻഫർമേഷൻ കാണിക്കും. ഇതിനെയാണ് നമ്മൾ മെമ്മറി പ്രൊട്ടക്ഷൻ എമംഗ് ദി ടാസ്ക്. അപ്പോൾ ഒരു സ്പെസിഫിക് ടാസ്കിന് വേണ്ടി റിസർവ് ചെയ്തിരിക്കുന്ന മെമ്മറി സ്ലോട്ടുകളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന സ്കീമാണ് തേർഡ് ആപ്ലിക്കേഷൻ. ഓക്കെ, സോ ഫോർത്ത് വൺ ആണ് മൾട്ടി പ്രോസസർ മെമ്മറി അലോക്കേഷൻ. സോ വളരെ ക്ലിയർ ആണ്. അലോക്കേഷൻ ഓഫ് സ്ട്രാറ്റജി ക്യാൻ ബി either be shared by tight coupling between two or more processors or be shared with the loose coupling or multi segment allocations. വളരെ ക്ലിയർ ആണ്. നമ്മൾ ഒന്നോ രണ്ടോ പ്രോസസ്സേഴ്സ് കോമൺ ആയിട്ട് ഒരു മെമ്മറി ബ്ലോക്കാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഇതിനെയാണ് മൾട്ടി പ്രോസസർ മെമ്മറി അലോക്കേഷൻ എന്ന് പറയുന്നത്. സോ വളരെ ക്ലിയർ ആണ്. ഒരേ മെമ്മറി ബ്ലോക്കിനെ രണ്ടിൽ കൂടുതലോ പ്രോസസ്സേഴ്സ് ആക്സസ് ചെയ്യുകയാണെങ്കിൽ ഇതാണ് നമ്മുടെ നാലാമത്തെ ഫംഗ്ഷൻ, മൾട്ടി പ്രോസസർ മെമ്മറി അലോക്കേഷൻ. സോ ഇതാണ് നമുക്ക് ജനറലി എന്തിൽ പറയാനുള്ളത്, മെമ്മറി മാനേജ്മെൻറ്റിൽ പറയാനുള്ളത്. അപ്പോൾ മെമ്മറി മാനേജ്മെൻറ്റ് നമ്മൾ പറഞ്ഞു, മെമ്മറി അലോക്കേഷൻ ആൻഡ് ഡി അലോക്കേഷൻ രണ്ട് ടൈപ്പ്, ഫിക്സഡ് ബ്ലോക്ക് അലോക്കേഷനും ഡൈനാമിക് ബ്ലോക്ക് അലോക്കേഷനും. സോ മെമ്മറിയെ കറക്റ്റ് ഈക്വൽ സൈസസ് ഉള്ള ബ്ലോക്കായിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നതിനാണ് ഫിക്സഡ് ബ്ലോക്ക് അലോക്കേഷൻ എന്ന് പറയുന്നത്. മെമ്മറിയെ വേരിയബിൾ സൈസായിട്ടുള്ള മെമ്മറി ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നതിനാണ് ഡൈനാമിക് ബ്ലോക്ക് അലോക്കേഷൻ എന്ന് പറയുന്നത്. സെക്കൻഡ് ഫംഗ്ഷൻ എന്തായിരുന്നു, മെമ്മറി പ്രൊട്ടക്ഷൻ ടു ദി ഒ എസ് ഫംഗ്ഷൻ. സോ ഒ എസ് ഫംഗ്ഷന് വേണ്ടി റിസർവ് ചെയ്തിരിക്കുന്ന മെമ്മറി ഏരിയയെ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്ന് പറയുന്നതാണ് സെക്കൻഡ് ഫംഗ്ഷൻ. തേർഡ് ഫംഗ്ഷൻ എന്തായിരുന്നു, മെമ്മറി പ്രൊട്ടക്ഷൻ എമംഗ് ദി ടാസ്ക്. സോ വേരിയസ് ടാസ്കിന് വേണ്ടി റിസർവ് ചെയ്തിരിക്കുന്ന മെമ്മറി സ്പേസിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്ന് പറയുന്നതാണ്, അല്ലെങ്കിൽ ആ മെമ്മറി സ്പേസിലുള്ള ഡാറ്റയെ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്ന് പറയുന്നതാണ് തേർഡ് ഫംഗ്ഷൻ, മെമ്മറി പ്രൊട്ടക്ഷൻ എമംഗ് ദി ടാസ്ക്. ഫോർത്ത് ഫംഗ്ഷൻ നമ്മൾ പറഞ്ഞു മൾട്ടി പ്രോസസർ മെമ്മറി അലോക്കേഷൻ. സോ എന്തായിരുന്നു മൾട്ടി പ്രോസസർ മെമ്മറി അലോക്കേഷൻ, ഒരു കോമൺ മെമ്മറി സ്പേസിനെ രണ്ടിൽ കൂടുതലോ പ്രോസസ്സേഴ്സ് ഷെയർ ചെയ്യുന്നുണ്ടെങ്കിൽ ഇതിനെയാണ് നമ്മൾ മൾട്ടി പ്രോസസർ മെമ്മറി അലോക്കേഷൻ എന്ന് പറയാം. അപ്പോൾ ഒരേ മെമ്മറിയെ മൾട്ടി പ്രോസസ്സേഴ്സിന് വേണ്ടി അലോക്കേറ്റ് ചെയ്യുക എന്ന് പറയുന്നതാണ് നാലാമത്തെ ഫംഗ്ഷൻ. അപ്പോൾ ഇത് സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ്, എക്സ്പ്ലെയിൻ ബ്രീഫ്ലി അബൌട്ട് മെമ്മറി മാനേജ്മെൻറ്റ് ഇൻ ആർട്ടോസ്. ഇങ്ങനെ ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ ഇത്രയും കാര്യങ്ങളാണ് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത്. ഓക്കെ, സോ അടുത്ത നമുക്ക് പറയാനുള്ളത് ഡിവൈസ് മാനേജ്മെൻ്റ് ആണ്. നിങ്ങൾ ഓർത്ത് വയ്ക്കുക, ഡിവൈസ് മാനേജ്മെൻറ്റ് നമുക്ക് അടുത്ത ക്ലാസ്സിലാണ് എടുക്കുന്നത്. ഓർത്ത് വയ്ക്കുക എന്തായിരിക്കും ഡിവൈസ് മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ, ഡിവൈസിനെ, ഇപ്പോൾ നമ്മൾ മെമ്മറിയെ മാനേജ് ചെയ്യുമെന്ന് പറഞ്ഞു, ഡിവൈസിനെ മാനേജ് ചെയ്യുന്ന സ്കീമാണ് ഡിവൈസ് മാനേജ്മെൻറ്റ്. സോ എന്തൊക്കെയായിരിക്കും ഡിവൈസ് എന്ന് പറയുന്നത്, ഇതിൽ എക്സാമ്പിൾ പറയുന്നുണ്ട്, കീബോർഡ്, ഡിസ്പ്ലേ സിസ്റ്റം, ഡിസ്ക്, പാരലൽ പോർട്ട്, മെമ്മറി കാർഡ്, പെൻ ഡ്രൈവ്, നെറ്റ്വർക്ക് ഇൻ്റർഫേസ് കാർഡ്, ഇതിനൊക്കെയാണ് നമ്മൾ ഡിവൈസ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. സോ ഈ ഡിവൈസുകളെ കംപ്ലീറ്റ്ലി മാനേജ് ചെയ്യുന്ന സ്കീമായിരിക്കും ഡിവൈസ് സോ ഇതിൽ വേരിയസ് ഫങ്ഷൻസ് നോക്കുകയാണെങ്കിൽ നിങ്ങൾ തന്നെ നോക്കാം, ഡിവൈസ് ഡിറ്റക്ഷൻ ആൻഡ് അഡീഷൻ, ഡിവൈസ് അലോക്കേഷൻ ആൻഡ് രജിസ്ട്രേഷൻ, detaching and deregistration, restricting device to specific process, device sharing, device control, device access management, device buffer management, device queue management, device driver updating, ബാക്കപ്പ് ആൻഡ് റീസ്റ്റോറേഷൻ. അപ്പോൾ ജനറലി ഡിവൈസ് മാനേജ്മെൻറ്റ് 10 മാർക്കിന് ചോദിക്കുന്ന ഇമ്പോർട്ടൻറ്റ് പാർട്ടാണ്. നമുക്ക് നോക്കാം ഡിവൈസ് മാനേജ്മെൻറ്റ് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം എന്താണ് ഡിവൈസ് മാനേജ്മെൻറ്റ്. കാരണം അത് കുറച്ച് വൈഡായിട്ട് പറയാനുള്ള സെഷനാണ്. അപ്പോൾ ഓർത്ത് വയ്ക്കുക, അറ്റ്ലീസ്റ്റ് നിങ്ങളതിൻ്റെ ഫങ്ഷൻസ് എന്താണെന്ന് മാത്രം ഓർത്ത് വയ്ക്കാം. ഡീറ്റെയിൽ ആയിട്ടുള്ള ഫങ്ഷൻസ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ.